ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ എന്താ പറയാൻ പോകുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഞാൻ ഓഫ് എടുത്തു. ബിക്കോസ് 2-3 ഡബിൾ ഷിഫ്റ്റ് തീർത്തിട്ടുണ്ടായി. കഴിഞ്ഞ ആഴ്ചയിൽ 4 ഡബിൾ ഷിഫ്റ്റ് എടുക്കേണ്ടി വന്നു. അപ്പോൾ ഒരു ദിവസം എനിക്ക് ഇന്ന് ഒരു ഓഫ് തന്നിരിക്കുകയാണ്. അപ്പോൾ ഭയങ്കര ടയേർഡായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു ഓഫ് എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഇന്ന് ഒരു ദിവസത്തേക്ക് അൽഹംദുലില്ലാ അങ്ങനെ ഓഫ് കിട്ടിയിട്ടുണ്ട് എനിക്ക്. അപ്പോൾ ഇന്ന് ഓഫാണ്. ഇന്ന് ഡേ മൈ ലൈഫിനെ കുറിച്ച് പറയാമെന്ന് വിചാരിച്ചു. ഞാൻ ഡേ മൈ ലൈഫ് എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫുള്ള് വീഡിയോ ആയിട്ട് എടുക്കണം എന്ന് കരുതിയതാണ്, എൻ്റെ ഡേ സ്റ്റാർട്ടിങ് ടു എൻഡിങ് വരെ. പക്ഷെ എനിക്ക് എടുക്കാൻ പറ്റില്ല. ബിക്കോസ് വീഡിയോ പിടിച്ചു തരാൻ ഒരാൾ വേണം. മറ്റേ ബാബാസ് ഓൾറെഡി സ്കൂളിലേക്ക് വിട്ടു. ജെ ഉറങ്ങുകയാണ്. അവന് 8 മണി കഴിയും എഴുന്നേക്കാനും. അപ്പോൾ അത് 8 മണി കഴിഞ്ഞിട്ട് സ്കൂളിൽ കൊണ്ടുവിടാൻ പോകണം. അപ്പൊ എന്റെ ഡേ മൈ ലൈഫിനെ കുറിച്ച് എല്ലാ ദിവസവും ഓൾമോസ്റ്റ് 6 to 7 ഡേയ്സും എന്റെ ഡേ മൈ ലൈഫിനെ കുറിച്ച് ഞാൻ പറയാം. വീഡിയോ എടുത്ത് കാണിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്, വീഡിയോ പിടിച്ചു തരാൻ ആരും ഇല്ലാത്തതുകൊണ്ടാണ്. രാവിലെ 4:30 ആകുമ്പോൾ ഞാൻ എഴുന്നേക്കും. 4:30 ആയി എഴുന്നേറ്റ് കുളിച്ച് എന്താ നമ്മുടെ പ്രധാന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. പിന്നെ പ്രയറും എല്ലാം കഴിയുമ്പോഴത്തേക്കും ഒരു 5-5:15 ആകും. 5:15 ആകുമ്പോഴേക്കും ഗെറ്റ് റെഡി ആയിട്ട് ഡ്യൂട്ടിക്ക് പോകും. ഇന്ന് ഡ്യൂട്ടി ഇല്ലാത്തത് കൊണ്ടാട്ടോ, ഡ്യൂട്ടിക്ക് പോകും. അത് ഡ്യൂട്ടിക്ക് പോയി അവിടെ ചെന്ന് 6 o'clock മുമ്പ് 5:55 പഞ്ച് ചെയ്യണം. അല്ലെങ്കിൽ മാക്സിമം 6 o'clock മുമ്പ് പഞ്ച് ചെയ്യണം. പഞ്ച് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഒരു ചെറിയ മീറ്റിംഗ് ഉണ്ട്. നോക്ക് ഷിഫ്റ്റ് സ്റ്റാഫും മാനേജ്മെന്റും പിന്നെ ഡേ ഷിഫ്റ്റ് സ്റ്റാഫും ആയിട്ട് ഒരു 10 to 15 മിനിറ്റ്സ് ഒരു മീറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞ് ഒരു 7:20 ആകുമ്പോൾ ബാബാസിനെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ഞാൻ വരും. ബാബാസിനെ കൊണ്ടുവിട്ടു വന്ന് അതിൽ തന്നെ വീട്ടിലേക്ക് കയറില്ല, അവള് പുറത്തിറങ്ങി നിൽക്കുന്നുണ്ടാവും. അപ്പൊ അവളെ കൊണ്ടുവിട്ട് തിരിച്ച് അവിടത്തേക്ക് തന്നെ തിരിച്ചു പോകും. തിരിച്ചുപോയി പിന്നെ 2 മണി വരെ അവിടെ സ്പെൻഡ് ചെയ്യും. അവിടുത്തെ ഡ്യൂട്ടി ടൈം 2 മണിയാകുമ്പോൾ കഴിയും. 2 മണിയാകുമ്പോൾ കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വരും. പിന്നെ കുളിച്ച് നിസ്കാരമൊക്കെ കഴിയുമ്പോഴത്തേക്കും ബാബാസിനെ കൂട്ടാൻ പോകാനുള്ള നേരാകും. ബാബാസിനെ കൂട്ടി 3:17 അവളെ പോയി കൂട്ടേണ്ടത്. അപ്പൊ അവളെ 3:10 പോയാൽ മതി, അത്ര ദൂരമൊന്നുമില്ല. വേഗം പോയിട്ട് കൂട്ടിയിട്ട് വരാം. അവളെ കൂട്ടിയിട്ട് വന്നു കഴിഞ്ഞിട്ട് ഡബിൾ ഷിഫ്റ്റ് എടുക്കാത്ത ടൈമാട്ടോ ഞാൻ പറയുന്നത്. ഓൾമോസ്റ്റ് ഡബിൾ ഷിഫ്റ്റ് എടുക്കാറുണ്ട്. എടുക്കാത്ത ടൈം ആണെങ്കിൽ ഞാൻ ലിഫ്റ്റ് ഓടാൻ പോകുന്നുണ്ട്. ലിഫ്റ്റ് എന്ന് വിചാരിച്ചാൽ നിങ്ങൾ വിചാരിക്കുക എന്താന്ന്, നമ്മുടെ നാട്ടില് ഊബർ എന്നാ പറയുന്നത് എന്റെ വിശ്വാസം. ഇവിടെ ലിഫ്റ്റാണ്. ഇവിടെ ലിഫ്റ്റും ഊബറൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ലിഫ്റ്റ് ഓടാൻ പോകും. പാർട്ട് ടൈം ആയിട്ട് അതും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒരു 7-8 o'clock ആകുമ്പോൾ വീട്ടിൽ വരും. വീട്ടിൽ വന്ന് അപ്പൊ ഭക്ഷണം ഉണ്ടാക്കലൊക്കെ ആഴ്ചയിൽ തന്നെ ബാബാസും ജയജയും നമ്മുടെ ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ ഭക്ഷണം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കും. ഒരു 3-4 ദിവസത്തേക്കുള്ള ഭക്ഷണം ഒരുമിച്ച് ഉണ്ടാക്കി വെക്കും. അപ്പൊ അതായിരിക്കും എന്റെ ഭക്ഷണം. പിന്നെ ഡ്യൂട്ടിക്ക് പോകുന്ന ടൈമില് ഇവിടുന്ന് ഭക്ഷണം ലഞ്ച് കൊണ്ടുപോകും. ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും നട്ട്സ് ഡേറ്റ്സ് അങ്ങനെ എന്തെങ്കിലും കഴിക്കാറുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എല്ലാ ദിവസവും കഴിക്കാറില്ല, ചില ദിവസങ്ങളിൽ മാത്രമേ കഴിക്കാറുള്ളൂ. പിന്നെ ലഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ ഒരാഴ്ചയിൽ 3-4 ദിവസത്തേക്ക് ഉണ്ടാക്കി വെക്കുന്ന ഫുഡ് ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് പോകും. അവിടെ നിന്ന് ലഞ്ച് സമയം ഉണ്ടെങ്കിൽ കഴിക്കും, ഇല്ലെങ്കിൽ കഴിക്കില്ല. പിന്നെ ഡിന്നർ ഇവിടെ വന്നിട്ട് ഒരു 7:30-8 മണിയാകുമ്പോഴത്തേക്കും ഞാൻ ലിഫ്റ്റും കഴിഞ്ഞ് വരും. ഇപ്പൊ ഇവിടെ രാത്രി ആവാൻ ഒരു 9 മണിയെങ്കിലും ആവും, സന്ധ്യ ആവാൻ വേണ്ടിയിട്ട്. സന്ധ്യ എന്ന് പറഞ്ഞാൽ ഇരുട്ട് വരാൻ വേണ്ടിയിട്ട്. അവ 7:30-8 മണി മാക്സിമം 8:15 ആകുമ്പോഴത്തേക്ക് ഞാൻ വീട്ടിൽ തിരിച്ചെത്തും. വീട്ടിൽ തിരിച്ചെത്തി കുളിച്ച് പിന്നെ ഡിന്നർ എന്തെങ്കിലും ഒരു ലഘുഭക്ഷണം കഴിച്ച് അങ്ങനെ കുറച്ചെന്തെങ്കിലും കഴിച്ച് പിന്നെ പോയി കിടക്കും. പിന്നെ 4:30 എഴുന്നേക്കും. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ ജീവിതം. പിന്നെ ഇവിടെ ആരും ഫാമിലിയോ ഫ്രണ്ട്സോ അങ്ങനെ ഫ്രണ്ട്സുകൾ ഉണ്ടെന്നല്ലാതെ അത് ഞാൻ ഇതിക്ക് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായി. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഉപകാരമൊന്നുമുള്ള ഫ്രണ്ട്സുകൾ എന്ന് പറയാന് നമ്മളൊന്നും ചോദിക്കാറില്ല കേട്ടോ. ഞാനൊന്നും ആരോട് ഒരാവശ്യങ്ങളും ചോദിക്കാറില്ല. ഞാൻ തന്നെ പരമാവധി എന്ത് ബുദ്ധിമുട്ട് വന്നാലും സ്വയം എങ്ങനെയെങ്കിലും അത്
എങ്ങനെയെങ്കിലും അത് സോൾവ് ചെയ്യാൻ നോക്കും. എന്ത് പ്രശ്നമായാലും അങ്ങനെയാണ്. പിന്നെ അപ്പൊ അങ്ങനെയൊക്കെയാണ് ജീവിതം. പിന്നെ ഞാൻ കുറച്ച് ഫ്രീ ടൈം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉമ്മിച്ചിനെ വിളിക്കും. ഉമ്മിച്ചിനെ ഒരു ദിവസം 2-3 തവണ എങ്ങനെയായാലും ഞാൻ വിളിക്കാൻ ശ്രമിക്കാറുണ്ട്. ഉമ്മിച്ചിയുടെ ഒരു ദിവസത്തെ ശബ്ദം കേട്ടില്ലെങ്കിൽ എനിക്കിവിടെ എന്താ പറയാ, ഭക്ഷണം കഴിക്കാത്ത മാതിരി. അതുകൊണ്ട് ഉമ്മാനെ കുറിച്ച് പറഞ്ഞിപ്പക്കറിയാം, അതുകൊണ്ട് പറയല്ല. പിന്നെ തെസ്നീനെ വിളിക്കാറുണ്ട്. പിന്നെ ചില സമയത്ത് അവര് ഫോൺ എടുക്കാറില്ല. പക്ഷെ പിന്നെ തെസ്നീനെയും ഉമ്മിച്ചിനെയും വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ സുബി എല്ലാവർക്കും അറിയായിരിക്കും. സുബി എന്റെ ജ്യേഷ്ഠത്തെയാണ്. പുള്ളിക്കാരത്തി വീട്ടില് ഉമ്മ ഒറ്റയ്ക്കല്ലേ, ഉമ്മയും തെസ്നീമുള്ളൂ. അപ്പൊ വീട്ടിൽ തന്നെയാണ്. സുബി അക്കുമോനും വീട്ടിലുണ്ടാവും എപ്പോഴും. അവർക്ക് എന്തെങ്കിലും എന്തായാലും ഒരാൾ വേണമല്ലോ വീട്ടില്. അതുകൊണ്ടൊക്കെയാണ് കേട്ടോ, അല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടല്ല അവര് വീട്ടിൽ നിൽക്കുന്നത്. അപ്പൊ ഞാൻ എപ്പോഴും പറയും, സുബിക്ക് ഭയങ്കര ഭാഗ്യാണ്, സുബിക്ക് ഉമ്മാന്റെ അടുത്ത് നിൽക്കാൻ എന്ത് ഭാഗ്യാണെന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ കളിയാക്കും. പിന്നെ അവരെ 4 വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിലാണ് ഞാൻ ക്യാമറയിലേക്ക് പോവും. ക്യാമറ ഓണാക്കി നോക്കും എന്താണ് സംഭവിച്ചത്. ഉമ്മാനെ കുറിച്ച് പറഞ്ഞപ്പോ സങ്കടം വന്നതാണ് കണ്ണ് ഇതായിരിക്കുന്നത്. എല്ലാവർക്കും ഉമ്മമാരെ മിസ് ചെയ്യുമല്ലോ. അപ്പൊ ക്യാമറ ഓണാക്കി നോക്കും. ക്യാമറ ഓണാക്കി നോക്കുമ്പോ കാണാൻ എല്ലാവരും ഇരുന്ന് ലിവിംഗ് റൂമിൽ ഇരിപ്പുണ്ടാവും. എല്ലാവരും ഈസക്കുട്ടനും നൂഹൂട്ടനും എമ്മൂട്ടനും ഇവിടെ അടികൂടനുണ്ടാവും, കളിക്കണുണ്ടാവും. നല്ല രസമാണ് ഇരുന്ന് കാണാൻ. അതൊക്കെ ക്യാമറയിൽ നോക്കി. പിന്നെ വിളിച്ചാൽ തിരിച്ചവര് എന്റെ മിസ്ഡ് കോൾ കാണുമ്പോ അവർ അന്നേരം തന്നെ ആരായാലും, അക്കുമനായാലും സുബിയായാലും ഉമ്മിച്ചായാലും തെസ്നിമോളായാലും എന്നെ അപ്പൊ തന്നെ തിരിച്ചു വിളിക്കും കേട്ടോ. ഏത് നട്ടപ്പാതിരക്കായാലും അവരപ്പൊ തന്നെ തിരിച്ചു വിളിക്കും എന്താണ് കാര്യം എന്നറിയാന്. പിന്നെ വാബാസും ജേജൂട്ടിനെ സ്കൂളിൽ കൊണ്ടുവിടാൻ പോണ്ട. അവൻ സ്കൂളിൽ ചില ദിവസങ്ങളിൽ ഞാൻ വീട്ടിലുള്ള ദിവസങ്ങളിൽ മാത്രം കൊണ്ടുവിട്ടാൽ മതി, അല്ലെങ്കിൽ അവൻ ബസ്സിന് പോക്കുള്ളൂ. മക്കളെ എപ്പോഴെങ്കിലും ഒന്നും പുറത്ത് കൊണ്ടുപോകില്ല. ആഴ്ചയിൽ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരു ദിവസം അവരെവിടെ പോകണ്ടെന്ന് പറയുകയാണെങ്കിൽ ഞാൻ അവരെ കൊണ്ടുപോയി അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യും. പിന്നെ ഏട്ടൻ വരും. ഏട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡിന്റെ ബ്രദർ ഇവിടെ ഉണ്ട്. എപ്പോഴൊന്നും വരില്ല കേട്ടോ. ഒരു 2 ആഴ്ചയൊക്കെ കൂടുമ്പോ വിളിച്ച് ചോദിക്കും ഫസ്റ്റ് വന്ന് മക്കളെ കൊണ്ടുപോകട്ടേന്ന്. അപ്പൊ ഞാൻ പെർമിഷൻ കൊടുക്കുകയാണെങ്കിൽ മക്കളെ വന്നിട്ട് കൊണ്ടുപോകും. പക്ഷെ ബാബാസിക്ക് അവരുടെ കൂടെ പോകുന്ന ഇഷ്ടമല്ല. ബാബാസ് പറയും, ഡാഡിയെ കുറിച്ച് പറയും. അപ്പൊ ഡാഡിയെ കുറിച്ച് അത് പറയും. ഇത് അങ്ങനെ കുറ്റമല്ല, ഡാഡിയെ കുറിച്ച് ഒരേ കാര്യങ്ങൾ പറയുമ്പോൾ വിഷമം. മമ്മി അങ്കിള് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്തെങ്കിലുമൊക്കെ പണ്ടത്തെ ചെറുപ്പത്തിലുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ. അപ്പൊ അവൾക്ക് വല്ലാണ്ട് ഡാഡീനെ മിസ് ചെയ്യും. അപ്പൊ അങ്കിളിന്റെ കൂടെ പോകാൻ പറ്റില്ല മമ്മി എന്ന് പറഞ്ഞാൽ അവള് പോകാറില്ല. കൊച്ചു ജെ പോകും. ബിക്കോസ് ജെക്ക് ഫിഷിങ് അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിനൊക്കെ ഇപ്പൊ എനിക്ക് എപ്പോഴും കൊണ്ട് നടക്കാൻ ടൈമില്ലല്ലോ. അതുകൊണ്ട് പിന്നെ അവനോട് ഞാൻ പറയും പൊയ്ക്കോ എന്ന് പറയും. പക്ഷെ അവനോട് ഡാഡിയെ കുറിച്ച് പറയുമ്പോൾ അവൻ എന്തെങ്കിലും വിഷയം മാറ്റി അവൻ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് വിഷയം മാറ്റും. അതുകൊണ്ട് അവനക്ക് പ്രശ്നമല്ല. ഡേ മൈ ലൈഫാണ് ഇപ്പൊ പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ജീവിതം. ഇന്നിപ്പോ ഓഫ് എടുത്തത് കൊണ്ട് ഞാൻ രാവിലെ മോളെ കൊണ്ടുവിട്ട് ഇനി ജേജുവിനെ കൊണ്ടുവിട്ടിട്ട് കുറച്ചു നേരം ഉബർ ഓടാൻ, ഒരു 3 മണി വരെ ഉബർ ഓടാൻ പോണം എന്ന് ഓർത്തിട്ടാണ് ഇരിക്കുന്നത്. ഇൻഷാല്ലാ. അപ്പൊ ജീവിക്കണ്ടേ. അപ്പൊ നിങ്ങൾ ഓർക്ക് ഇതെന്താ ഇങ്ങനെയെന്നൊക്കെ. അല്ല, ഉബർ ഓടാൻ പോയ ഒരു പാർട്ട് ടൈം വർക്ക് അത്രയേ കരുതിയിട്ടുള്ളൂ. കാരണം നമുക്കൊരു എക്സ്ട്രാ ക്യാഷിന്റെ അത്യാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മുടെ ആവശ്യത്തിന് നമ്മളെ കയ്യിലെന്നും കാര്യങ്ങൾക്ക് പൈസ ഉണ്ടാവും. വീട്ടിലേക്ക് ഒരു ആവശ്യത്തിനായാലും ആരെങ്കിലും ഒരു ബുദ്ധിമുട്ട് പറഞ്ഞാലും അവരൊക്കെ ഹെൽപ്പ് ചെയ്യാൻ നോ എന്ന് പറയേണ്ട ഒരു സാഹചര്യം വരാറില്ല. അതുകൊണ്ട് അത്യാവശ്യമായിട്ട് ഫാമിലിയിൽ നിന്നായാലും കുടുംബത്തിൽ നിന്നായാലും ആരെങ്കിലും വിളിച്ചിട്ട് എനിക്ക് കുറച്ച് പൈസയുടെ ഹെൽപ്പ് വേണമായിരുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലോ എന്റെ ഈ പൈസ ഇല്ല, എനിക്ക് തരാൻ പറ്റില്ല എന്ന് പറയേണ്ട ഒരു സാഹചര്യം വന്നിട്ടില്ല ഇതുവരെ. അപ്പൊ ഇങ്ങനെ പാർട്ട് ടൈം ഒക്കെ എടുക്കണോണ്ടാണ്. ഡ്യൂട്ടിക്ക് മാത്രം പോയി കഴിഞ്ഞാൽ ഡബിൾ ഷിഫ്റ്റ് എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഓൺലി 5 days ഷിഫ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ, ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നല്ലാണ്ട് വേറെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഞാൻ പിന്നെ ലിഫ്റ്റ് ഓടാൻ പോകാന്ന് വിചാരിച്ചത്. അപ്പൊ നമ്മുടെ സ്വന്തം വണ്ടിയിൽ തന്നെ സ്വന്തം ലിഫ്റ്റ്, അത് നമ്മുടെ ഓൺ ഡ്യൂട്ടിയാണ്. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോകാം, ഇഷ്ടമില്ലെങ്കിൽ പോകണ്ട. നമ്മുടെ ഓൺ ബിസിനസ് ആണ്.
അപ്പൊ ചില ദിവസങ്ങളിലേ പോകുള്ളൂ, എല്ലാ ദിവസങ്ങളിലൊന്നും പോകില്ല. അതൊരു മൂഡാണ്. ചില ദിവസങ്ങളും പിന്നെ ബിസി ടൈം അവര് സെൻഡ് ചെയ്യും നമുക്ക്, ഇത്ര ടൈമിൽ ഇത്ര ടൈം വരെ ബിസി ടൈമാണ്. അപ്പൊ ആ ടൈമിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ടൈമിംഗ് ആണ് ഡ്രൈവ് ചെയ്യാന്. അപ്പൊ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് ബിസി ഡേ എന്ന് അവർ ഓൾറെഡി മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് പോകാന്ന് മോനെ സ്കൂളിൽ കൊണ്ടുവിട്ടിട്ട് ഇന്ന് പോണെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇൻഷാല്ലാ. പിന്നെ വേറെ എന്താ പറയാ, നിങ്ങളോട് എന്തോ ഒരു സംസാരിക്കും, ഇങ്ങനെ വീണ്ടും ഇങ്ങനെ സംസാരിക്കുന്ന കരുതാണ്. കാരണം ഇവിടെ ആരുമില്ല സംസാരിക്കാൻ. ഇവിടെ നമ്മുടെ ഡ്യൂട്ടി സ്ഥലത്ത് ആരുമില്ല മലയാളീസ്. ഫിജിയിലുള്ള ആൾക്കാരുണ്ട്, പിന്നെ കൂടുതൽ ആഫ്രിക്കൻസ്, കൂടുതൽ അമേരിക്കൻസ് തന്നെയാണ് നമ്മുടെ ഡ്യൂട്ടി സ്ഥലത്തുള്ളത്. ഫിജിന്ന് ഒരു ലേഡി ഉണ്ട്, ബട്ട് ഞാൻ ഹിന്ദി സംസാരിക്കില്ല, പുള്ളിക്കാരത്തി ഹിന്ദി സംസാരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആരുമില്ല, നമ്മുടെ ഒരു ആരുമില്ല എന്ന് പറയാൻ ഒരു മലയാളീസ് ഞങ്ങളുടെ ഏരിയയിൽ മലയാളീസ് ഇല്ല. കുറച്ചങ്ങോട്ട് മാറിയാലുണ്ട്. കുറച്ചങ്ങോട്ട് മാറിയാലെന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഗ്രഷം എന്ന് പറഞ്ഞ സ്ഥലത്താണ്, പോർലൻ ഒറഗൻ ഗ്രഷം എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. ബീവർട്ടൺ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ മലയാളീസിന്റെ ഗ്രൂപ്പ് ഉണ്ട്. അവിടത്തേക്ക് ഞാൻ ലിഫ്റ്റ് ഓടാൻ പോകുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും അപൂർവം ഒരു മലയാളീസിനെ കണ്ടാൽ പറയും, നിങ്ങൾക്ക് ബീവർട്ടണിലേക്ക് മാറിക്കൂടെ, നല്ല മലയാളീസ് ഉണ്ട് അവിടെ. ഇത് പെട്ടെന്ന് പറ്റണ കാര്യമല്ലല്ലോ മാറലൊന്നും, കാരണം ഇവിടെ സ്വന്തം വീടാണ്. റെന്റിങ് ഒക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് മാറാം. ഇത് സ്വന്തം വീടാണ്. അപ്പൊ സ്വന്തം വീട് അത് ബുദ്ധിമുട്ടാണ് മാറാൻ. ഹസ്ബൻഡ് മരിച്ച പിന്നെയാണ് ഞാൻ ലിഫ്റ്റ് ഓടാൻ പോകാൻ തുടങ്ങിയത്. അതുവരെ എനിക്ക് അതിന്റെ ആവശ്യമില്ലായിരുന്നല്ലോ. അപ്പൊ പുള്ളി മരിച്ചപ്പോ പോകാൻ തുടങ്ങിയപ്പോ ഞാൻ ടോട്ടലി ഒരു 2-3 തവണയാണ് മലയാളീസിനെ ആകെയില് എന്റെ വണ്ടിയിൽ എനിക്ക് റൈഡായിട്ട് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ അവരിങ്ങനെ കിട്ടിയ സമയത്ത് അവരിങ്ങനെ വിശേഷം എവിടെയാണ്, ഇന്ത്യയിൽ എവിടെയാന്ന് ആരായാലും അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിക്കും. അങ്ങനെ സംസാരിക്കുമ്പോ അങ്ങനെ പറയുമ്പോ ബീവർട്ടണിലേക്ക് മാറിക്കൂടെ, ഇവിടെ ഇഷ്ടംപോലെ മലയാളീസ് ഗ്രൂപ്പ് ഉണ്ട്. അവര് ഗ്രൂപ്പിൽ ചേരാൻ വേണ്ടിയിട്ട് പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ഇൻഫർമേഷൻ ഒക്കെ തന്നിട്ടുണ്ടായി. പിന്നെ ഒരുപാട് സ്ഥലങ്ങളും ഒരുപാട് കാര്യങ്ങളൊക്കെ വീണ്ടും പറയാനുണ്ട്, ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണിക്കാനുണ്ട്. എനിക്ക് വീഡിയോ ആയിട്ട് എടുത്തിട്ട് അയക്കുന്നതായിരുന്നു ഇഷ്ടം, നിങ്ങൾക്ക് കണ്ടിരിക്കാൻ. കേട്ടിരിക്കുന്നതിനേക്കാൾ നല്ല കണ്ടും കേട്ടിരിക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു നല്ലതാണല്ലോ. അപ്പൊ ഞാൻ വീഡിയോ എടുത്ത് അയക്കാനായിരുന്നു എനിക്ക് താല്പര്യം. പക്ഷെ ബാബാസിനോട് പറഞ്ഞ ബാബാസ് പറയും, മമ്മി ഐ വിൽ, ഓക്കെ ഐ വിൽ. അപ്പൊ അവള് വരുന്ന ടൈമിൽ ഞാൻ വീട്ടിലുണ്ടാവില്ല. അപ്പൊ ജയജൂട്ടനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജയജൂട്ടൻ ഓക്കെ ഐ വിൽ എന്ന് പറയും. ബട്ട് അവൻ സ്കൂളിൽ പോകുന്ന ടൈമില്, അവൻ വീട്ടിൽ വരുന്ന ടൈമിൽ ഞാൻ വീട്ടിലുണ്ടാവില്ല. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, എന്നാലേ ഇൻഷാല്ലാ നമുക്ക് വീണ്ടും ഞാൻ വരും, നിങ്ങളോട് സംസാരിക്കാം. നിങ്ങൾ മെസ്സേജുകൾ അയക്കണം. ഞാൻ ഫ്രീ ടൈമിൽ ഡ്യൂട്ടി സമയത്ത് ഫ്രീ ടൈം ആവുമ്പോ ഞാൻ നിങ്ങളുടെ മെസ്സേജ് ഇന്ന് കാണും, റീഡ് ചെയ്യാറുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷമാണ് മെസ്സേജുകളൊക്കെ കാണുമ്പോൾ. പിന്നെ ഇന്ത്യ വല്ലാണ്ട് കേരളം ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. എല്ലാവരെയും വന്ന് കാണാനും എന്താ പറയാ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് വരാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടൊക്കെയാണ്. അപ്പൊ മെസ്സേജുകൾ അയക്കുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത്രേ എനിക്ക് ഇപ്പൊ പറയാനുള്ളൂ. ഞാൻ വീണ്ടും വരും, വീണ്ടും സപ്പോർട്ട് ചെയ്യണം. അപ്പൊ പിന്നെ വീണ്ടും കാണാം. ഇനി വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. ബാബാസും ജയജൂട്ടിനുള്ള ടൈമിലാണെങ്കിൽ പുറത്തൊക്കെ പോകുന്ന വീഡിയോ ആയിട്ട് എടുത്ത് നമ്മുടെ സ്ഥലങ്ങളും കാര്യങ്ങളും. അമേരിക്കയൊക്കെ നല്ല നല്ല സ്ഥലങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഇൻഷാല്ലാ വീഡിയോ ആയിട്ട് എടുത്തിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കാതെ വീഡിയോ ആയിട്ട് എടുത്തിടാൻ പരമാവധി ഞാൻ ശ്രമിക്കും. ആരും വീഡിയോ എടുത്തു തരാനില്ലാത്തത് കൊണ്ടാണ്. അപ്പൊ ശരി, എന്നാൽ എല്ലാവരോടും സ്നേഹത്തോടെ വീണ്ടും കാണാം ഇൻഷാല്ലാ എന്ന് പറഞ്ഞിട്ട് ഇന്നത്തേക്ക് ഇവിടെ ബൈ പറയുന്നു. അപ്പൊ ഇൻഷാല്ലാ ബൈ.